പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുന്ന കേന്ദ്ര പ്രതിനിധി സംഘത്തിന്റെ UAE സന്ദർശനം അവസാനിച്ചു. ഭീകരവാദത്തിനെതിരെ UAE പൂർണ്ണ പിന്തുണ അറിയിച്ചെന്ന് സർവകക്ഷി സംഘം അറിയിച്ചു. ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ MP നയിക്കുന്ന സംഘം UAE സഹിഷ്ണുതാ സഹവർത്തിത്വകാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുവൈമി, നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാൻ ഡോക്ടർ ജമാൽ അൽ കാബി എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ പശ്ചാത്തലവും നടപടികളും സംഘം UAE ഭരണകൂടത്തോട് വിശദീകരിച്ചു. സന്ദർശനത്തിൽ പൂർണ്ണ സംതൃപ്തരാണെന്ന് പ്രതിനിധി സംഘം അറിയിച്ചു. എല്ലാവരും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. പെഹൽഗാം വിഷയത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ വ്യാജ പ്രചരണങ്ങളെ തുറന്നു കാണിക്കാനായെന്നും ഇന്ത്യൻ നിലപാടുകളെ അംഗീകരിച്ചതായും സഖാംഗം ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. UAEയും ഇന്ത്യയും അതിൽ ഒരേ സ്വരത്തിൽ നിന്നുകൊണ്ട്, ഒരേ സ്വരം വെച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ലോകടിസ്ഥാനത്തിൽ തീവ്രതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് വേണമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ചില പദ്ധതികൾ ആവിഷ്കരിക്കും. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞു. കാരണം എല്ലായിടത്തും ഇത്തരം പ്രവണതകൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പറയുന്നത് അവർ കുറച്ച് ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നെങ്കിലും ഇത് വളരെ വലിയൊരു വിപത്തായിട്ട് വന്നേക്കും. അതിനു മുമ്പ് സമാന ചിന്താധികാരായിട്ട് ഈ രണ്ട് രാജ്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ലോകാടിസ്ഥാനത്തിൽ തീവ്രതയ്ക്കെതിരായിട്ട് മൂവ്മെൻറ്റ് ഉരുത്തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയാണ് ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നുള്ള നിലയിൽ ഇത് വെച്ചിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുമായി സഹകരിക്കുന്നത് തുടരുമെന്ന് UAE വ്യക്തമാക്കിയെന്ന് സംഘത്തെ നയിക്കുന്ന ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ MP പറഞ്ഞു. സംഘത്തിൽ MPമാരായ ET മുഹമ്മദ് ബഷീർ, ബാൻസരി സ്വരാജ്, അതുൽ ഗാർഗ് തുടങ്ങിയവരാണുള്ളത്. UAE സന്ദർശനം പൂർത്തിയാക്കിയ സംഘം മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ലൈബീരിയ, കോങ്കോ, സിയോറ, ലിയോൺ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇതേ സംഘം സന്ദർശിക്കും. കൈരളി ന്യൂസ്, ദുബായ്.